റബ്ബറിന് വിലയുയരുന്നത് സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് പ്രതീക്ഷയാകുന്നു. നാലാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയിലേക്ക് വിലയുയർത്തുന്നതാണ് കർഷകരുടെയും പ്രതീക്ഷകൾക്ക് കരുത്താകുന്നത്. മഴക്കാലം എത്തുന്നതോടെ പാലുൽപാദനം കൂടുമെന്നതിനാൽ മരങ്ങളിൽ മഴക്കറകൾ തീർത്ത് ടാപ്പിംഗ് തുടരാനുള്ള പ്രവർത്തനങ്ങൾ പല കർഷകരും ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് റബ്ബർ വില വീണ്ടും ഉയരുകയാണ്. നാലാം തരം റബ്ബറിന് കിലോയ്ക്ക് വില 260 രൂപയിലേക്ക് എത്തി. റബ്ബറിന്റെ ഇപ്പോഴത്തെ വില വർധനവ് റബ്ബർ കർഷകർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. വില സ്ഥിരതയില്ലായ്മ റബ്ബർ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ചില സമയങ്ങളിൽ കുത്തനെ ഉയരുന്ന വില പിന്നീട് കുത്തനെ കൂപ്പുകുത്തുന്നത് റബ്ബർ വിപണിയിൽ പലപ്പോഴും നിരാശ സമ്മാനിക്കുന്നു. വേണ്ടവിധം വില ലഭിക്കാതെ വന്നാൽ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെ പല കർഷകരും കടന്നുപോകാറുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ ഉൾപ്പെടെ വിലവർധനവും തൊഴിലാളികളുടെ കൂലിയും കൂടിയാകുന്നതോടെ ടാപ്പിംഗ് നടത്തിയാലും കാര്യമായ ഒന്നും മിച്ചം കിട്ടാതെ പോകുന്നതാണ് കർഷകരെ വലയ്ക്കുന്നത്. ഈ പ്രതിസന്ധികൾ കയവ് വരുത്തിയാണ് ഇപ്പോൾ റബ്ബർ വിപണിയിൽ വീണ്ടും ഉണർവ് സംഭവിച്ചിട്ടുള്ളത്. വേനൽ ആരംഭിച്ചതിന് പിന്നാലെ റബ്ബർ മരങ്ങൾ ഇലകൊഴിഞ്ഞതോടെ പാലുൽപാദനം കുറഞ്ഞിരുന്നു. കർഷകർ പലരും ടാപ്പിംഗ് നിർത്തിയതായാണ് കാരണം. വീണ്ടും ഇലകൾ തളിർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച് മുമ്പോട്ട് പോകവെയാണ് കർഷകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകി റബ്ബർ വിലയിൽ വർധനവുണ്ടായിട്ടുള്ളത്. തുടർച്ചയായി മഴ പെയ്യുന്നതോടെ ടാപ്പിംഗ് നടക്കാതെ വരികയും ഉൽപ്പാദനം ഇടിയുകയും ചെയ്യുന്ന പ്രവണത മഴക്കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ വിലവർധനവ് മുമ്പിൽ കണ്ട് റബ്ബർ മരങ്ങളിൽ മഴമറകൾ തീർത്ത് ടാപ്പിംഗ് തുടരാനുള്ള പ്രവർത്തനങ്ങൾ പല കർഷകരും ആരംഭിച്ചു കഴിഞ്ഞു. മഴക്കാലങ്ങളിൽ പൊതുവെ പാലുൽപാദനം കൂടുതലുള്ള കാലയളവാണ്. ഈ അനുകൂല സാഹചര്യങ്ങൾ മുതലാക്കി പരമാവധി വരുമാനം കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് റബ്ബർ കർഷകർ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.